ഒമാനിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ച് 2 പേർ മരിച്ചു. തുർക്കിയിലെ ഇൻസിർലിക് വ്യോമതാവളത്തിൽ സൈറണുകൾ മുഴങ്ങി. ഒമാനിലെ സൊഹാർ പ്രവിശ്യയിലെ ഒരു വ്യാവസായിക മേഖലയിൽ തകർന്നു വീണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പ്രവാസി തൊഴിലാളികൾ മരിച്ചതായി സംസ്ഥാന വാർത്താ ഏജൻസിയായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അൽ അവാഹി വ്യാവസായിക മേഖലയിൽ ഡ്രോൺ തകർന്നു വീണതായും 2 വിദേശ തൊഴിലാളികൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സുരക്ഷാ സ്രോതസ്സിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇതേ സംഭവത്തിൽ സൊഹാർ പ്രവിശ്യയിൽ മറ്റൊരു ഡ്രോൺ വെടിവെച്ചിട്ടു. കൂടാതെ തെക്കുകിഴക്കൻ നഗരമായ അദാനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തുർക്കിയിലെ ഇൻസിർലിക് വ്യോമതാവളത്തിൽ സൈറണുകൾ മുഴങ്ങിയതായി തുർക്കി വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്തു. US സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ഒരു പ്രധാന നാറ്റോ കേന്ദ്രമാണ് ഇൻസിർലിക് വ്യോമതാവളം. അതേസമയം ഹിസ്ബുള്ളയുടെ പ്രസ്ഥാനത്തെ നിർവീര്യമാക്കുന്നതിനായി ലിതാനി നദിയിലെ അൽ സ്രാരിയ പാലം തകർത്തുകൊണ്ട് ഇസ്രായേൽ ലെബനനിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. രാജ്യത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങാനും IDF സേനയ്ക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കാനും ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ പ്രവർത്തിക്കാനും ഹിസ്ബുള്ള പാലം ഉപയോഗിച്ചതായി ഇസ്രായേൽ പ്രസ്താവിച്ചു. ഹിസ്ബുള്ള തീവ്രവാദികളുടെ പ്രധാന ക്രോസിംഗ് മാർഗമായി ഉപയോഗിച്ചിരുന്ന ലിതാനി നദിയിലെ അൽ സ്രാരിയ പാലം IDF ആക്രമിച്ചു. ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിലെ തീവ്രവാദികളുടെ പ്രധാന ക്രോസിംഗ് മാർഗമായി പ്രവർത്തിച്ചിരുന്ന ലെബനനിലെ ലിതാനി നദിക്ക് കുറുകെയുള്ള അൽ സ്രാരിയ പാലം IDF കുറച്ചുകാലം മുൻപ് ആക്രമിച്ചിരുന്നു. അവർ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു, ഹിസ്ബുള്ള ഭീകര സംഘടന രാജ്യത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്നതിനും IDF സേനയ്ക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനും ഇസ്രായേൽ സംസ്ഥാനത്തെ സിവിലിയന്മാർക്കെതിരെ പ്രവർത്തിക്കുന്നതിനും ഈ പാലം ഉപയോഗിക്കുന്നു. അതേസമയം ലെബനൻ സിവിലിയന്മാരെ അപകടത്തിലാക്കുകയും ജനവാസ മേഖലയിൽ വ്യാപകമായ നാശം വരുത്തുകയും ചെയ്യുന്നു. ഇസ്രായേൽ സംസ്ഥാനത്തെ സിവിലിയന്മാർക്ക് ഭീഷണിയും ലെബനൻ സിവിലിയന്മാർക്ക് തുടർച്ചയായ ദോഷവും തടയുന്നതിന് പാലം തകർക്കേണ്ടത് അത്യാവശ്യമായിരുന്നുവെന്നും IDF കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അധിനിവേശ ഭൂമികളിലെയും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള US താവളങ്ങളിലെയും പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 44ാം ഘട്ടം ആരംഭിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അറിയിച്ചു. 1 ടൺ ഭാരമുള്ള വാർഹെഡ് വഹിച്ച ഖൈബർ ഷെക്കൻ മിസൈലുകളുടെ കനത്ത ആക്രമണത്തോടെയാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് IRGC പറഞ്ഞു. പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ സൈനിക സ്ഥാനങ്ങൾ ടെൽ അവീവ്, എയ്ലാത്ത്, വെസ്റ്റ് അൽ ഖുദ്സ് എന്നിവയുൾപ്പെടെ നിരവധി തന്ത്രപ്രധാന സ്ഥലങ്ങളെ ഇത് ആക്രമിച്ചു. US സൈനിക ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള സാധ്യത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കുറച്ചു കാണിച്ചതായി നേരത്തെ ഒരു CNN റിപ്പോർട്ട് പറഞ്ഞിരുന്നു. US സൈന്യം ദീർഘകാലമായി വിന്യസിച്ചെടുത്ത അടിയന്തര പദ്ധതികൾ ഉണ്ടായിരുന്നിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടി ആസൂത്രണം ചെയ്യുമ്പോൾ ജലപാത അടച്ചിടാൻ ഇറാൻ ശ്രമിക്കുമെന്ന് പെന്റഗൺ ദേശീയ സുരക്ഷാ കൗൺസിലും പൂർണ്ണമായി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് CNN വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊലപാതകത്തിൽ കലാശിച്ച US ഇസ്രായേൽ സംയുക്ത സൈനിക നടപടികൾ ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം വർദ്ധിപ്പിച്ചു. പ്രതികാരമായി ഇറാൻ നിരവധി ഗൾഫ് രാജ്യങ്ങളിലുടനീളമുള്ള ഇസ്രായേലി US ആസ്തികൾ ലക്ഷ്യമിട്ടു. ഇത് പ്രധാന കപ്പൽ പാതകളെ തടസ്സപ്പെടുത്തുകയും ആഗോള ഊർജ്ജ വിപണികളെ ബാധിക്കുകയും ചെയ്തു. യുദ്ധം 14ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണിയുമായി വെടിവെപ്പ് തുടരുകയാണ്. ഇത് നിരവധി രാജ്യങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.